ഞാൻ ഈ മണ്ഡലല്ല, മുതല പഞ്ചായത്താണ്. പക്ഷേ ബൽറാം എന്ന വ്യക്തി എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളി ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ വികസനത്തെ കുറിച്ച് വല്ലതും അറിയോ? ഇപ്പോഴത്തെ MP രാജേഷ് നിലവിലെ മന്ത്രി എനിക്ക് വലിയ അറിവൊന്നുമില്ല മണ്ഡലത്തെ കുറിച്ച്. പക്ഷെ എന്നാലും ബൽറാം തുടങ്ങി വെച്ച കുറെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതാണ് കാര്യം. ബൽറാമിന്റെ പഴയ വികസനത്തെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ പുള്ളിനെ വ്യക്തിപരം എനിക്ക് ഇഷ്ടമാണ്. അതെ, ജയിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ April 9 ഇലക്ഷൻ, അത് കഴിഞ്ഞ് May 4 റിസൾട്ട്. അപ്പൊ കാണാം. നല്ല റിസൾട്ട് ആവട്ടെ. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. ആലോചിച്ചുണ്ടാക്കിയ സാധനം. ഹാപ്പിയാണ്. അത് ആരോട് നിങ്ങൾ ഇവിടെ ബൽറാം ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ പോലെ അതല്ല, ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. നമ്മളത് എതിരാളികളെ കുറിച്ച് അതെന്താ അങ്ങനെ? അതങ്ങനെ പറഞ്ഞാൽ ഈ 10 വർഷത്തെ ഭരണത്തിന്റെ ഒരു നേട്ടം അങ്ങനെയാണ്. ജനങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഒരു ഇതുമില്ല. വെറുതെ വികസനം പേര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നാട്ടിലെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണിയില്ലാണ്ടൊക്കെ ഇതാണ്. അപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തന്നെ ജനങ്ങൾക്കൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റും. അഭിപ്രായം ചോദിക്കുമ്പോൾ ബൽറാമിന് ചാൻസ് ഉണ്ട്, കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ നല്ല വികസനം നടന്നിട്ടുണ്ടല്ലോ, മറ്റുള്ളവരൊക്കെ പറഞ്ഞു. വികസനം നോക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കാനില്ല. പിന്നെ എല്ലാ പാർട്ടിയും പറയും വികസനം എന്നുള്ളത്. അപ്പൊ അതൊക്കെ ബൽറാം കൊടുന്നു വെച്ചതിന്റെ വികസനം മറ്റൊരു തുടർന്നു കൊണ്ടുപോകണമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെയാണോ? അങ്ങനെ തന്നെ. അത് പുതുതായിട്ടൊന്നും നടന്നില്ല ഇവിടെ 5 വർഷമായിട്ട്. ഉപകാരം ആരാ വരുന്നത് പറഞ്ഞാൽ അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ചേട്ടൻ അവര് ജയിക്കണം. ഓക്കെ, അപ്പൊ ബൽറാം തിരുത്താലിൽ എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടെ 100% ജയിക്കുന്ന ഉറപ്പ്. ജയിക്കാനാണ് സാധ്യത. കട്ടക്കാണല്ലേ മത്സരം? തൃത്താല മണ്ഡലത്തെ എല്ലാരും ഉറ്റുനോക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം പഞ്ചായത്തൊക്കെ UDF അനുകൂലമാകുക കാരണം അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷ. പിന്നെ മുമ്പത്തെ മൂപ്പരുടെ കാഴ്ച നന്നായിട്ടുണ്ട്, ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഈ അവസാനം വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല, അല്ലാതെ ഇതേവരെ തൃത്താലക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല. ഇല്ല. പക്ഷെ വികസനം ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. തൃത്താലയിൽ ആര് വരുന്നതാണ് ഉദ്ദേശം? BJP വരും തന്നെയാണ്. അത് ഒരു സംഭവമാണല്ലോ. ഇവിടുത്തെ വികസന മുരടിപ്പിനെതിരെ BJP എന്തായാലും വരണം. അത് നമ്മുടെ നിഗമനത്തില് VT ബൽറാം ജയിക്കണമെന്നാണ്. പ്രാവശ്യം മൂപ്പർക്കാണ് സാധ്യത കൂടുതൽ. വികസന കാര്യങ്ങളൊക്കെ ചിലപ്പടി മേൽപ്പാലൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അതൊന്നിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ഇതുണ്ടായില്ല. അതായത് ഉപരി വാക്കുകൊണ്ട് പറയാന്നല്ലാതെ അതൊരു കാര്യമായിട്ടുള്ള പ്രവർത്തനം വന്നിട്ട്. തൃത്താല മണ്ഡലത്തിൽ MP രാജേഷ് ജയിക്കും. ഓക്കെ, തിരൂർ മണ്ഡലത്തിൽ ആരാ സ്ഥാനാർത്ഥി? അബ്ദുറഹ്മാൻ ഉള്ളതോ? നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ BT ബൽറാം ജയിക്കും. അതെ, തൃത്താല മണ്ഡലത്തെ കുറിച്ച് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കും. കഴിഞ്ഞ 10 വർഷത്തെ ഇപ്രാവശ്യം അത് തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിക്കും. ബൽറാം ജയിക്കും. എന്നാലും MP രാജേഷ് കുറെ വികസനം കൊടുക്കുന്നുണ്ടോ? ഓക്കെ. അതെ. എന്തായാലും തൃത്താലയ്ക്ക് 2 കൂട്ടർ വന്ന് വികസനം കൊണ്ടുവരട്ടെ, അതാണ് നല്ലത്. പാർട്ടി മത്സരിച്ച് ഇങ്ങനെ ഒരാള് നല്ല കുട്ടി മറ്റാള് നല്ല കുട്ടിയുമ്പോ അടുത്ത ആൾ നടക്കും. പൊതുവെ എല്ലായിടത്തും പാർട്ടി പറഞ്ഞാൽ ഒരാൾ നല്ല രീതിയിൽ മറ്റാൾ അതൊക്കെ നല്ല ചെയ്യാം. അതാണ്, അങ്ങനെ വേണം. മത്സരം വേണം. മത്സരം ഉണ്ടായാലേ നാട് അതെ വികസനം വരുള്ളൂ. പൊതുവെ എല്ലായിടത്തും പറഞ്ഞാൽ ഒരാൾ നല്ല ചെയ്യാം മറ്റാൾ. അതെ, നല്ല അഭിപ്രായം. അവസരം കിട്ടിയില്ല. സ്കൂൾ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടോ? ശരി. ആയിക്കോട്ടെ. എന്താണ് അഭിപ്രായത്തെ? നല്ല MP രാജേഷ്. അതെന്താ കാരണം? വികസനങ്ങളുണ്ടോ? ആശുപത്രിയുടെ വികസനം പുതിയ അല്പം വൈകിയാണെങ്കിലും റോഡുകളൊക്കെ വികസിച്ചു. കാങ്കപ്പുഴ പാലം
പൂർത്തീകരിക്കണം. ആ അപ്പൊ സാധ്യതയുണ്ട് എം പി രാജേഷിന്. കട്ടയ്ക്കാണ് മത്സരം. ഇലക്ഷൻ ചൂടല്ലേ? തൃത്താല മണ്ഡലത്തെ കുറിച്ച് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കാരണം 15 വർഷം മുന്നേ 10 വർഷം മരിച്ച ബൽറാം ഇപ്പോൾ പല ആൾക്കാരും അതിന് സാധ്യത കാണുന്നുണ്ട്. അതിന് ഉദാഹരണം പറയുന്നത് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എം പി രാജേഷിന്റെ വികസനം, മന്ത്രി തൃത്താലയ്ക്ക് ആദ്യമായിട്ടൊരു മന്ത്രി അവർ തന്നു LDF. അപ്പോൾ പൊതുവെ ആർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഇപ്രാവശ്യം LDF തൃത്താല മണ്ഡലത്തിൽ ജയിക്കുന്ന എം പി രാജേഷ് ജയിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ 5 കൊല്ലം എം പി രാജേഷ് ഇവിടെ മന്ത്രിയായിട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് മന്ത്രിയായി ജയിച്ചു പോയിട്ടാണല്ലോ മന്ത്രിയായത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. തൃത്താല മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത അത്ര വികസനം, ഇതുവരെ ഇങ്ങനെ ഒരു വികസനം ഈ തൃത്താല മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അത്രത്തോളം വികസനം ഈ തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലം എം പി രാജേഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു MLA-നെ MP-നെ ആരും തിരഞ്ഞെടുക്കുന്നത് ആ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ചെയ്യാനാണല്ലോ. ആ കാര്യത്തിൽ മൂപ്പര് ഒരു 99% ഈ മണ്ഡലത്തിനോട് വോട്ട് വിജയിപ്പിച്ച ജനങ്ങളോട് അതിൻ്റെ കൂറ് കാണിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുള്ള തൃത്താല മണ്ഡലം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ 5 കൊല്ലം. അത് കഴിഞ്ഞ വികസന തുടർച്ച എന്നുള്ള നിലയ്ക്കാണോ ഈ വികസനം? അതോ കഴിഞ്ഞ 5 കൊല്ലം അല്ല, ഈ 5 കൊല്ലാണ്. കഴിഞ്ഞ 5 കൊല്ലം UDF ആണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ 5 കൊല്ലാണ് നല്ല രീതിയിലുള്ള വികസനം ഉണ്ടായിട്ടുള്ളത്. അതെ, അല്ല UDF കൊണ്ടുവന്നൊരു ചെറിയൊരു വികസനം ഉണ്ടായിരുന്നു ഇവിടെ. ബൽറാം 10 വർഷം ഭരിച്ചിട്ട്. കാരണം ഒരു MLA എന്നുള്ള നിലയ്ക്ക് റോഡായാലും അതിനൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ തൃത്താല മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബൽറാം 10 കൊല്ലമായി, ഇപ്പോൾ എം പി രാജേഷ് ഇപ്പോൾ 5 കൊല്ലമായിട്ടുള്ളൂ. മൂപ്പര് കഴിഞ്ഞൊരു 10 കൊല്ലം ഒരുപാട് വികസനങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് വരാണ്ട് ഒരു തുടർച്ച ഉണ്ടെങ്കിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കൊണ്ടുവരാൻ പറ്റും. പരസ്പരം ഒരു മത്സരം വേണം, നാട് വികസിക്കും. അതെ. അപ്പോ 10 കൊല്ലം ഉണ്ടായതും എങ്ങനെ ഈ 10 കൊല്ലം ബൽറാം എം പി രാജേഷിന് 10 കൊല്ലം കൊണ്ട് കൊടുത്താൽ ഈ 10 കൊല്ലം ഉണ്ടായത് എങ്ങനെ നോക്കിയിട്ട് നമുക്കറിയാലോ. ഇപ്പൊ എന്റെ അഭിപ്രായത്തില് കഴിഞ്ഞ 10 കൊല്ലത്തെ വികസനം ഈ 5 കൊല്ലം കൊണ്ട് തന്നെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് തൃത്താല മണ്ഡലത്തിൽ. സ്കൂളുകൾക്കുള്ളതും കോളേജും അതും ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് എം പി രാജേഷ് തന്നെ LDF തൃത്താല മണ്ഡലത്തിൽ ജയിക്കുന്നതാണ് എന്റെ ഉറപ്പ്. അത് വേണ്ടതാണത്, ജയിക്കണം. അത്രയും വികസനങ്ങൾ കൊടുക്കണം. അത്രയും വികസനങ്ങൾ ടൂറിസം ബേസ് ചെയ്തിട്ടൊക്കെ എങ്ങനെ ഇതൊക്കെ ബൽറാം കൊടുക്കുന്നല്ലേ ഒരു കാലത്ത്? അതെ, അത് ബൽറാമിന്റെ കുറച്ച് അവിടെ ഒരു പാർക്കിൽ കുറച്ച് ഫണ്ട് ഉണ്ട്. ഇപ്പൊ പുതിയ ഫണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ എം പി രാജേഷിന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ പുതിയ പദ്ധതികൾ. അപ്പൊ അതും കൂടി വന്നു കഴിഞ്ഞാൽ സൂപ്പറായി, വികസനമായി. വികസനമൊക്കെ നല്ല രീതിയിലുള്ള വികസനം നാട് നന്നാവും. എന്താണ് അഭിപ്രായം? കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF-ന്റെ ഭരണത്തിന് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് അപ്പുറത്ത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം കൊണ്ട് അതില് എം പി രാജേഷ് ഇവിടുന്ന് തൃത്താല മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയും 10 വർഷക്കാലം VT ബൽറാം ഇവിടെ ജനപ്രതിനിധി ആവുകയും ചെയ്തു. ആ വർഷത്തിലില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ 10 വർഷത്തെ കവിച്ച് വെച്ച് 5 വർഷം കൊണ്ട് താൻ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കി. സൂപ്പർ. അത് കണ്ണിന്റെ മുന്നിൽ കാണുകയാണ് ഓരോന്നും. ഇവിടുത്തെ നഴ്സിംഗ് കോളേജ് ആയാലും IT ആയാലും വേണ്ട, ഗവൺമെന്റ് കോളേജിന്റെ പിന്നെ ബിൽഡിങ്ങുകളായാലും ശരി, അതേപോലെ പരുതൂരിലെ പുതിയ ഒരു പ്രതീക്ഷയായ മേൽപ്പാലം സുശീലപ്പടി, ഡോക്ടർ സുശീലപ്പടി മേൽപ്പാലം, സുശീലപ്പടി ഓല കരുണ്ണൂര കട്ടിക്കുള്ള പാലൊക്കെ അത് വാക്കുകൊണ്ട് വരാന്ന് പറയാന്നല്ലാതെ അതിൻ്റെ ഒരു പ്രവർത്തനം ഒന്നും ഇതേവരെ കണ്ടു കാണാനില്ല. കാങ്കപ്പുഴ പാലൊക്കെ ഓപ്പൺ ആയില്ലേ? കാങ്കപ്പുഴ പാലം അതിപ്പോ വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. അല്ല, ഒരു മേടിയല്ല പറ്റില്ല എന്നല്ല പറഞ്ഞത്. എന്നാലും വാണ്ടമാർക്കുള്ള ഒരു ഇതില്ല. ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ബൽറാം വരികയാണൊക്കെ ഇവരാണ് സാധ്യത കൂടുതൽ നമ്മളെ നിയമനത്തില്. പുഴ പാലം, അങ്ങനെ ഇറിഗേഷൻ, തൊട്ടടുത്ത് കാണുന്ന ഇറിഗേഷൻ, ആ നിരവധി വികസന പ്രവർത്തനത്തിൽ 1335 കോടി രൂപയോളം ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇലക്ഷന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ 50-50 ചാൻസ് ആണ്. ആർക്കും പ്രതീക്ഷിക്കാം. വോട്ടല്ലേ. വികസനം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള വികസനമാണ്. എല്ലാവരും ചെയ്യുന്ന വികസനം തന്നെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവരും എടുത്തു പറയാനുള്ള വികസനമൊന്നുമില്ല. അല്ല, പിന്നെ മത്സരാർത്ഥികൾ രണ്ടാളും കട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും പ്രതീക്ഷിക്കാം. പിന്നെ ലീഡും കുറവാണ് നമ്മളെ മണ്ഡലത്തില്. 3000 ലീഡിന് കഴിഞ്ഞ വർഷം കിട്ടിയത്. അപ്പൊ ലീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയാം.
വികസനം വന്നോണ്ട് കൂടുതൽ വരുമോ? വികസനം ഉണ്ടല്ലോ, പ്രതീക്ഷിക്കാം. വികസനം ഉണ്ട്, വികസനം ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല. പക്ഷെ ഭരണവിരുദ്ധര പറഞ്ഞ ഒരു സംഭവം കൂടി ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ചിലപ്പോൾ വോട്ട് മാറിയാം. വോട്ട് പറയാം എങ്ങോട്ടും വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളെ കേരളത്തിൽ കൊണ്ട് ഏറ്റവും വലിയ തൃത്താലക്കാരും എല്ലാവരും ഒറ്റ നല്ല കാര്യം ചെയ്യുന്നു. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് രാജേഷ് സാർ വന്നതിന് ശേഷമാണ് അതാണ് നല്ലൊരു കാര്യം മാറ്റങ്ങൾ വന്നു. ഒരുപാട് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണവർക്ക് നമ്മൾ വോട്ട് ചെയ്യണം. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിപ്പോ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എല്ലായിടത്തും കാണാണ്ട് നിങ്ങളൊക്കെയാണ് ഇതിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മേലോട്ട് ഉയർത്തുന്ന ഘടകങ്ങൾ. അപ്പോൾ വേറെന്താ ഇത് തന്നെയാണോ വർക്ക്, അതോ വൈകുന്നേരം മാത്രം? വൈകുന്നേരം മാത്രം. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു അച്ചാറിന്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ. അപ്പോൾ പുതിയ ഗവൺമെന്റ് അതിനൊക്കെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ഉണ്ട്. വികസനം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നാട്ടിൽ അന്വേഷിച്ചത് തന്നെ അറിയാം. സാർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ ഇനി ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാരും വോട്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. മുകളിൽ നിൽക്കുന്നത് രാജശേഖർ തന്നെ ജയിക്കും. രാജശേഖർ അത് ജയിച്ചിരിക്കും. കാരണം ഞങ്ങളുടെ മണ്ഡലത്തില് ഒരുപാട് ഇത് വികസനങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ മന്ത്രിയായിട്ട് നിൽക്കുമ്പോഴും ഇപ്പൊ വന്നതിന്റെ ഇതിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ തൃത്താല മണ്ഡലത്തില് കട്ടക്കാണ്. അതായത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിലവിലുള്ള പോലെ. കാരണം പഴയ 10 വർഷത്തോളം ഭരിച്ച വി ടി ബൽറാം, അതിനുശേഷം മന്ത്രിയായിട്ട് നമ്മളെ ഇവിടുത്തെ LDFന്റെ MP രാജേഷ് വന്നു. അപ്പൊ ഈ വികസനപരമായിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇലക്ഷന് എങ്ങനെയാണെന്നാണോ? വിജയ സാധ്യത നമ്മുടെയൊക്കെ താല്പര്യം ഉണ്ണീഷ് മാസ്റ്റർ പറയാൻ വിട്ടുപോയി. ഓക്കെ, ബിജെപിയുടെ നമ്മുടെ താല്പര്യം ഉണ്ണീഷ് മാസ്റ്റർ ചെയ്യണമെന്നാണ്. സമുന്നതനായ ഒരു നേതാവാണ് അല്ലെ ഉണ്ണീഷ് മാസ്റ്റർ. മാസ്റ്റർ എന്ന് പറയുമ്പോൾ മാസ്റ്ററാണോ, മാഷാണോ അദ്ദേഹം? അതെ. ഓക്കെ, മുന്നേ ബിജെപിയുടെ വലിയ ചുമതലകളൊക്കെ ചുമതലയുള്ള അദ്ദേഹമാണ്. ഓക്കെ, പുള്ളി ജയിക്കണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഓക്കെ, ജയിക്കുമോ? ജയിക്കും എന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് തൃത്താലയില് 3 കൂട്ടർക്കും ഏകദേശം ത്രികോണ മത്സരം പോലെ സാധ്യതയാണ്. അടിപൊളി, 3 വിജയ സാധ്യതയുണ്ട്. ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. അതെ, അതിന് ഉദാഹരണം തൃശ്ശൂര്. അതാണ്, അതുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ പദ്ധതികൾ എല്ലാം അതിന് കാരണമാണ്. സാധാരണ ജനങ്ങളിലെത്തി എല്ലാ പദ്ധതികളും. ഇപ്പൊ നമ്മുടെ തൃത്താല മണ്ഡലത്തിൽ തന്നെ എല്ലാ വീടുകളിലും നോക്കിയാൽ മിനിമം ഒരു കേന്ദ്ര പദ്ധതിയെങ്കിലും എല്ലാ വീടുകളിലാണ്. അതുകൊണ്ട് അപ്പൊ ആ ഒരു ബേസില് ഒരു 30% വരുന്ന ജനങ്ങളെ വോട്ട് കിട്ടിയാൽ മതി. അതെ, ഉണ്ണീഷ് മാസ്റ്റർ ജയിക്കും. അതാണ് താങ്കളുടെ അഭിപ്രായം? കട്ടക്കാണോ അതോ മണ്ഡലത്തിൽ അങ്ങനെ കട്ടക്കുള്ള പ്രശ്നമൊന്നുമില്ല. തൃത്താല മണ്ഡലത്തില് കഴിഞ്ഞ തവണത്തേക്കാൾ ഈസി ആയിട്ട് ഇത്തവണ MBR നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓക്കെ, അത് ഹൈലി കോൺഫിഡന്റ് ആണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം LDFന്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കണിച്ചിറക്കൽ മാളിന്റെ അവിടെ വെച്ചിട്ടായിരുന്നു. അതില് ഒഴുകി വന്ന ജനസാഗരം കണ്ടാൽ തന്നെ നമുക്കറിയാം തൃത്താലയിലെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിറങ്ങിയിരിക്കുക. ഒരു 20% നിഷ്പക്ഷമായ ആൾക്കാർ വരെ തീർച്ചയായിട്ടും അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കേരളത്തിന്റെ ഒരു പൊതുവായ വികസനമുണ്ട്. അതിന്റെ അപ്പുറത്ത് തൃത്താലയിൽ അതിന് മുമ്പത്തെ 10 വർഷത്തെ നഷ്ടം കൂടി നികത്തിയിട്ടാണ് ഈ 5 വർഷം പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ നമുക്ക് ഓരോന്ന് എണ്ണി എടുത്ത് പറയാൻ കഴിയുന്ന വികസനം നമ്മുടെ റോഡുകളാണെങ്കിലും നമ്മുടെ എല്ലാ മേഖലയിലും വികസനം തീർച്ചയായിട്ടും. പിന്നെ തൃത്താല ഹാപ്പിയാണ്. അതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. എന്തായാലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ. മത്സരം ഉണ്ടാവണം, അത് ശരിയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുക, ജനങ്ങൾക്ക് വികസനം നടക്കുക. ഇപ്പോ കൂറ്റനാട് ടൗൺ വികസനം അതൊരു നമ്മുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയായിട്ട് മുന്നോട്ട് പോവാണ്. അതിന്റെ ഒരു പദ്ധതികളായിട്ട് അത് ഏതാണ്ട് ഇനി അത് തുടങ്ങി വെക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വികസനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് തീർച്ചയായും. കുറച്ച് ലേറ്റ് ആയോ? ലൈറ്റ് ആവുക, ഇതിപ്പോ റോഡ് പണിയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അതൊന്നും ആവുന്നതല്ലോ. സമയം എടുത്തിട്ട് നല്ലപോലെ ചെയ്യുന്ന പണി. ബൽറാം കോൺഗ്രസിന്റെ കാര്യത്തിൽ എങ്ങനെ? ചോദിച്ചാണ്. കോൺഗ്രസിന്റെ കാര്യത്തിൽ ആദ്യമൊക്കെ ബൽറാം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് പിന്നിലേക്ക് പോയി. 10 വർഷം ഒരിക്കലും ഒരാൾ ഭരിക്കാൻ പാടില്ല, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് പോയാലും വികസനം കൊണ്ടുവരുന്നവർക്ക് വികസനം കൊണ്ടുവരാം. അതാണ്. അപ്പോ ഇപ്പോഴത്തെ MBRന്റെ കാഴ്ചപ്പാടിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വികസനം ഉണ്ട്?
ഉണ്ട്. അപ്പൊ ഒരു അവസരം കൂടി കൊടുക്കാം, അങ്ങനെയാണോ? തീർച്ചയായിട്ടും. 10 കൊല്ലത്തില് രാജേഷ് ആ യാതി വികസനം ഇവിടെ നടത്തിക്കണ്. എനിക്ക് 65 വയസ്സ് കഴിഞ്ഞ് അതിന്റെ അടുക്ക് ഒരു വികസനം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ 5 വർഷം കൊണ്ട് ഉണ്ടായ വികസനം. 5 വർഷം മൊത്തം 10 വർഷം കൂട്ടാലോ. 10 വർഷം ഇനി വരാൻ പോണ 10 വർഷം ആവും പറഞ്ഞു. അതെ. അപ്പൊ ഇതിന്റെ മുന്നേ 10 വർഷം ഭരിച്ച ബൽറാം ഒന്നും ചെയ്തില്ല. അതെ. ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓരോ കല്ലവിടെ ഇട്ട് പോകും. മാർക്കിസ്റ്റർ വന്ന ബിൽഡിംഗ് വരും, ഓരോ കല്ലിടും. അതന്നെ എല്ലാ ബിൽഡിങ്ങും. നമ്മളുടെ കോളേജ് ഉമ്മൻചാണ്ടി വന്നിട്ട് കല്ലിട്ട് പണിയെടുത്ത് 3-4 ബിൽഡിംഗ് പണിയെടുത്ത് രാജേഷ്. അതെ. അപ്പൊ ഈ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുന്നത് ആളാണോ? പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യും. അതെ. അപ്പൊ ഒരു നിഷ്പക്ഷമായിട്ട് ആര് നല്ലത് ചെയ്താലും നല്ലത്. ഒരു 20% ജനങ്ങള് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് തീർച്ചയായിട്ടും വികസനം കണ്ടു ചെയ്യും. എന്താ വികസനം ഇവിടെ ഇല്ലാത്തത്? ചേട്ടൻ പറഞ്ഞു തുടങ്ങിയാണ് തൃത്താല ഏറ്റവും വലിയ വികസനം. വേറെ എന്ത് വികസനം കൂടി പറഞ്ഞു കൊടുക്കി. ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ടോ? കേരളം ഇവിടെ എന്ത് വികസനം എന്ത് വികസനം ഇവിടെ തുടങ്ങി? UDF വന്നത് എടുത്ത് കളയോ? കുത്തുപാളെടുക്കില്ലേ? അത് കേരളത്തിൽ എന്താണ് അവിടെ കേട്ടിട്ടുള്ളത്? ചേട്ടൻ പറഞ്ഞ MBR വരും. പിന്നെ കോൺഗ്രസ് രണ്ടാളും കോൺഗ്രസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് തലച്ചോറ് കുറവാ രണ്ടാൾക്കും. ദൈവ അവർക്കറിയാലോ, ലൈവ് കേക്കട്ടെ. അതെ, എന്ത് വികസനം എന്തുണ്ടാക്കിക്കണ് പറയട്ടെ. ഈ ലോകം ഇമ്മ ചിറ്റത് നിങ്ങൾക്ക് അറിയില്ല. ഉമ്മൻചാണ്ടി എത്ര 10-15 സ്കൂള് പൂട്ടാൻ പോയതാ. പൊളിക്കാൻ പോയതാ. അപ്പൊ ഇവരായിട്ട് എന്താ ചെയ്യാഞ്ഞത്? അപ്പൊ ജനങ്ങള് മരിച്ചു പോണു. അങ്ങനെ വരുന്നത് വരുന്നു. ഏത് പാലം? ആകെപ്പോയ പാലം വന്നതിന്റെ അഭിപ്രായം അതെ ചോദിക്കാനോട്. അഭിപ്രായം പറയണെങ്കിൽ ഒരു അഭിപ്രായം ഇല്ല. MP രാജേഷ് ഇവിടെ എന്താണ് ഈ പ്രസ്താവന? അതാണ് ഞാൻ പറഞ്ഞ തലച്ചോറ് പേർക്ക് ഇല്ല. എന്താണ് കുറെ ലോകം തെറ്റിയ ആളല്ലേ. എന്തുദ്ഘാടനം? എന്തുദ്ഘാടനം? ഏത് ഗവൺമെന്റ്? ഏതുദ്ഘാടനം? എന്തുദ്ഘാടനം? ഞാൻ പറഞ്ഞത് ഇവർക്ക് തലച്ചോറില്ല പറഞ്ഞ കാര്യം. സ്കൂള് ഇവിടെ സ്കൂള് നോക്കി നിങ്ങള് എല്ലാ സ്കൂളും ഹൈടെക്കാക്കി. ആശുപത്രി നമ്മുടെ കോട്ടപ്പാട് ആശുപത്രി വീട്ടിക്ക് 40 കടക്കടക്കുണ്ടോ? കോട്ടപ്പാട് ഹോസ്പിറ്റലിൽ ഇയാൾ വന്നിട്ടുണ്ടാക്കിയ ആരാ പറഞ്ഞു? 4 ഡോക്ടർമാര് കോട്ടപ്പാട് ആശുപത്രി. കോട്ടപ്പാടം ഉള്ളില് കോട്ടപ്പാടം 4 ഡോക്ടർമാർ. തലച്ചോറില്ലാത്ത 2 ആൾക്കാരാണ്. എവിടെ ബൽറാം മരിച്ചപ്പോ ഈ ഒരു റോഡ് ഉണ്ടായി. പുതുക്കി ശരിയാക്കി ഒരു തൂർന്ന സാധനം ഇപ്പൊ പൊളിക്കാൻ പോവുക. ഇപ്പൊ പൊളിക്കാൻ പോവുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്നാണ്ട് വിട്ടിട്ട് എത്ര വീതിയുള്ള സ്ഥലമുണ്ട്? എവിടെ കൊടുന്ന് വെച്ചിക്കണ്? 55 ലക്ഷം എത്ര? ഞാൻ അങ്ങനത്തെ 10 ഉണ്ടാക്കും. 50 വർഷങ്ങളായിട്ട് നാഗലശ്ശേരി പഞ്ചായത്ത് മാർക്കറ്റ് പാർട്ടി ഇരിക്കണേ. അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് പിന്നെ ഇങ്ങനെ കിടക്കണേ. പദ്ധതിയായിരുന്നു അത്. നാഗലശ്ശേരി പഞ്ചായത്തില് പട്ടാമ്പി ഇവിടെ കണ്ടല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കേൾപ്പിച്ചേരാ. ഇവിടെ ഉന്നത കോൺഗ്രസന്മാര് കായുള്ള പറമാണിമാര് ബൽറാമിന് മാത്രം വോട്ട് ചെയ്യില്ല.